ഇന്ന് നമുക്ക് വ്യത്യസ്ത തരം വാർത്തകൾ ഏതൊക്കെയാണെന്ന് പരിചയപ്പെടാം. ടൈപ്സ് ഓഫ് ന്യൂസ്. Based on the purpose, news stories are generally classified into two. അതായത് ഓരോ ന്യൂസ് സ്റ്റോറിക്കും ഓരോ ഉദ്ദേശമുണ്ട്. ചിലതിന് ഇൻഫോം ചെയ്യുക, ആളുകളെ അറിയിക്കുക എന്നതായിരിക്കും ഉദ്ദേശം. ചിലത് അങ്ങനെ ആയിരിക്കില്ല, ആളുകളെ രസിപ്പിക്കുക, വെറുതെ ലളിതമായ വായനയ്ക്ക് വേണ്ടിയുള്ള വാർത്തകളും കാണും. അപ്പോൾ ഇത്തരത്തിൽ ഓരോ സ്റ്റോറിയുടെയും ഉദ്ദേശം അനുസരിച്ച് അവയെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ഏതൊക്കെയാണ്? ഹാർഡ് ന്യൂസ് എന്നും സോഫ്റ്റ് ന്യൂസ് എന്നും. അപ്പോൾ എന്താണ് ഹാർഡ് ന്യൂസ്, അതിൻ്റെ സ്വഭാവ സവിശേഷതകൾ എന്തൊക്കെയാണ്, സോഫ്റ്റ് ന്യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഹാർഡ് ന്യൂസ്. ദേ ആർ റുട്ടീൻ ഹാപ്പനിങ്സ് ഓഫ് ദി ഡേ. നമുക്ക് ചുറ്റും ദിനം പ്രതി നടക്കുന്ന പ്രധാനപ്പെട്ട സംഭവങ്ങളാണ് ഹാർഡ് ന്യൂസ്. അതായത് നമുക്ക് ചുറ്റും നടക്കുന്ന പ്രധാനപ്പെട്ട സംഭവങ്ങളെല്ലാം ഹാർഡ് ന്യൂസിൽ നമുക്ക് ഉൾപ്പെടുത്താവുന്നവയാണ്. മേജർ ഹാപ്പനിങ്സ് ഓഫ് ദി ഡേ. ഓക്കെ, പ്രധാനപ്പെട്ട സംഭവങ്ങൾ. ദെൻ ഹാർഡ് ന്യൂസ് ആർ സോബർ ഇൻ ടോൺ. ദാറ്റ് മീൻസ് ദേ ആർ സീരിയസ് ഇൻ ടോൺ. They deal with a serious subject. ഗൗരവമേറിയ വിഷയങ്ങളാണ് കൈകാര്യം ചെയ്യുന്നത്. ഗൗരവമേറിയ വിഷയത്തെക്കുറിച്ചുള്ള വാർത്തകൾ നമ്മൾ ഹാർഡ് ന്യൂസിലാണ് ഉൾപ്പെടുത്തുന്നത്. സിഗ്നിഫിക്കൻറ്റ് ബട്ട് ലെസ് ഇൻട്രസ്റ്റിംഗ് ടു ദ റീഡേഴ്സ്. വളരെ പ്രധാനപ്പെട്ട വാർത്തകളാണ് ഹാർഡ് ന്യൂസ്, പക്ഷേ വായനക്കാർക്ക് പൊതുവെ വായിക്കാൻ താല്പര്യം കുറഞ്ഞ വാർത്തകളുമായിരിക്കും. ദ വെരി ഇമ്പോർട്ടൻറ്റ് ന്യൂസ് ബട്ട് ആർ ഓഫ് ലെസ് ഇൻട്രസ്റ്റ് ടു ദി readers. Then national and international events, politics, war, government announcements, etc. come under this. ഇപ്പോൾ ഹാർഡ് ന്യൂസിന് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഏത് തരം വാർത്തകളാണ് ഹാർഡ് ന്യൂസിൽ നമുക്ക് ഉൾപ്പെടുത്താവുന്നവ? ദേശീയ അന്തർദേശീയ പ്രാധാന്യമുള്ള വാർത്തകൾ, രാഷ്ട്രീയം, യുദ്ധം, സർക്കാർ പ്രഖ്യാപനങ്ങൾ തുടങ്ങിയവ ഹാർഡ് ന്യൂസിന് ഉദാഹരണമാണ്. ദ പർപ്പസ് ഈസ് ടു ഇൻഫോം ദി റീഡേഴ്സ്. ഇത്തരം വാർത്തകളുടെ ഉദ്ദേശം എന്താണ്? ആളുകളെ അറിയിക്കുക അഥവാ കാര്യങ്ങൾ ധരിപ്പിക്കുക എന്നതാണ് ഇത്തരം വാർത്തകളുടെ ലക്ഷ്യം. ദെൻ ടൈംലി ആൻഡ് ഹാവ് എ വൈഡർ ഇമ്പാക്ട്. സമകാലീന സംഭവങ്ങളും അതുപോലെ സമൂഹത്തിലെ ഒരു വലിയ വിഭാഗം ജനങ്ങളെ ബാധിക്കുന്നതുമായ വാർത്തകളാണ് ഹാർഡ് ന്യൂസ് എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഹാർഡ് ന്യൂസിനെ കുറിച്ച് ധാരണ ലഭിച്ചില്ലേ? നൗ ലെറ്റ്സ് ലുക്ക് അറ്റ് വാട്ട് സോഫ്റ്റ് ന്യൂസ് ഈസ്. ദേ ആർ ലൈറ്റ് എൻ്റർടൈൻമെൻറ്റ് സ്റ്റോറീസ്. അതായത് വളരെ ലളിതമായ വായനയ്ക്ക് വേണ്ടിയുള്ളവയാണ് സോഫ്റ്റ് ന്യൂസുകൾ. വളരെ ലളിതമായ വായനയ്ക്കു വേണ്ടിയുള്ളതാണ് സോഫ്റ്റ് ന്യൂസ്. ദേ ഡു നോട്ട് ഡീൽ വിത്ത് സീരിയസ് ടോപ്പിക്സ്. ഗൗരവമേറിയ വിഷയമല്ല കൈകാര്യം ചെയ്യുന്നത്. ലളിതമായ വായന എന്ന് പറഞ്ഞു. ദാറ്റ് മീൻസ് ദീസ് ടൈപ്പ് ഓഫ് സ്റ്റോറീസ് ആർ മെന്റ് ടു എന്റർടൈൻ ദി റീഡേഴ്സ്. ലെസ് സിഗ്നിഫിക്കൻറ്റ് ബട്ട് മോർ ഇൻട്രസ്റ്റിംഗ് ടു ദി റീഡേഴ്സ്. വാർത്താ പ്രാധാന്യം കുറഞ്ഞതും എന്നാൽ വായനക്കാർക്ക് താല്പര്യജനകവുമായ വാർത്തകളാണ്. സ്റ്റോറീസ് ഓൺ ഹെൽത്ത്, ഫുഡ്, എൻവയോൺമെന്റ്, ഓർഡിനറി പേഴ്സൺസ് ഇൻ എക്സ്ട്രാ ഓർഡിനറി സിറ്റുവേഷൻസ് എക്സെട്രാ കം അണ്ടർ ദിസ് ടൈപ്പ് ഓഫ് ന്യൂസ്. ആരോഗ്യം, ഭക്ഷണം തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ചുള്ള ലേഖനങ്ങളും അതുപോലെ മനുഷ്യ താല്പര്യത്തിന്, അതായത് ഹ്യൂമൻ ഇൻട്രസ്റ്റിന് ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള വിഷയങ്ങളുമാണ് സോഫ്റ്റ് ന്യൂസിന് ഉദാഹരണം. ദ പർപ്പസ് ഈസ് ടു എൻ്റർടൈൻ ദ റീഡേഴ്സ്. വായനക്കാരെ അറിയിക്കുക എന്നതാണ് ഹാർഡ് ന്യൂസിൻ്റെ ലക്ഷ്യമെങ്കിൽ സോഫ്റ്റ് ന്യൂസ് ഉദ്ദേശിക്കുന്നത് വായനക്കാരെ വിനോദിപ്പിക്കാനാണ്. ടിക്കിൾ ദി ഇമോഷൻസ് ഓഫ് പീപ്പിൾ. വായനക്കാരൻ്റെ വികാരത്തെ തൊട്ടുണർത്തുന്ന തരത്തിലുള്ള സ്റ്റോറികളാണ് സോഫ്റ്റ് ന്യൂസ്. Hope that you have got an idea about the difference between hard news and soft news. Now we'll look at the elements of news. വാർത്തയുടെ ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. Actually, these are
those factors that a journalist tries to include in writing a report. And these factors are known as 5 W's and 1 H. A journalist seeks answers to the 5 W's and 1 H when he gathers information as part of preparing a news report. അതായത് ഒരു പത്രപ്രവർത്തകൻ വാർത്താ റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ അതിനകത്ത് അദ്ദേഹം ഉൾക്കൊള്ളിക്കാൻ ശ്രമിക്കുന്ന ചില ഘടകങ്ങളുണ്ട്. അതായത് കുറച്ച് ചോദ്യങ്ങൾക്കുള്ള ഉത്തരം അദ്ദേഹം റിപ്പോർട്ടിൽ നൽകേണ്ടതുണ്ട്. അതാണ് 5 W's and 1 H എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഏതൊക്കെയാണ് ഈ 5 W's and 1 H എന്നറിയണ്ടേ? The 5 W's are who, what, where, when, why, and 1 H is how. Who, ആര്, what, എന്ത്, where, എവിടെ, when, എപ്പോൾ, why, എന്തുകൊണ്ട്, how, എങ്ങനെ. Okay, let's look at an example. You can see a news report. You can see a news report over here, and this is the report that was published in the Indian Express. Vaiga murder. Sanu Mohan watched movie in Bengaluru as family awaited daughter's body. We'll take a closer look at this news. Sanu Mohan, who was taken into custody for the murder of his 11-year-old daughter Vaiga, was watching the latest Malayalam supernatural mystery at a multiplex in Bengaluru when family members were waiting to receive his daughter's body after the autopsy at the Ernakulam General Hospital in Kochi. Sanu, caught from Karwar near the Karnataka-Goa border, was on a self-indulgent mode after killing his daughter, whose body was recovered under mysterious circumstances from the Muttar River near Manyumel on March 22nd. So I have read only the first paragraph of the news story. Let's try to find out what are the elements that have been included in this paragraph. Okay. Sanu Mohan, who was taken into custody. So who was taken into custody? Sanu Mohan. So the who element is there, right? Then, for what? For the murder of his 11-year-old daughter, Vaiga. So we have got answers for the 2 W's, who and what. And what he was doing at the time when the family members were waiting to receive his daughter's body at the Ernakulam General Hospital in Kochi. He was watching a Malayalam movie. Okay, so we have got answer for what. Then from where he was caught. He was caught from Karwar near the Karnataka-Goa border. So we have got answers who, what, where. Okay, please. And this is how a news report is written. A reporter tries to seek answers to all these questions when he writes a news report. Okay, clear? ഇനി ഈ വാർത്ത നമുക്കൊന്ന് മലയാളത്തിൽ വായിച്ചു നോക്കാം. ഒരു മലയാളം ഓൺലൈൻ ന്യൂസ് പേപ്പറിൽ വന്ന വാർത്തയാണിത്. മകൾ വൈഗയുടെ ദുരൂഹ മരണത്തിന് ശേഷം സംശയകരമായ സാഹചര്യങ്ങളിൽ കാണാതായ കാക്കനാട് കങ്ങരപ്പടി ശ്രീ ഗോകുലം ഫ്ളാറ്റിലെ സനു മോഹനെ പോലീസ് പിടികൂടി. ഉത്തര കന്നഡ കാർവാറിൽ നിന്നാണ് ഇയാൾ പിടിയിലായത്. സനു മോഹൻ കൊല്ലൂരിലെത്തിയതായി വിവരം ലഭിച്ചതിനെ തുടർന്ന് കൊച്ചിയിൽ നിന്നുള്ള അന്വേഷണ സംഘം കൊല്ലൂരിലെത്തി അന്വേഷണം നടത്തിയിരുന്നു. എന്നാൽ ഇയാൾ കൊല്ലൂരിൽ നിന്ന് മുങ്ങിയതായി വ്യക്തമായതോടെ കേരള പോലീസ് അന്വേഷണത്തിന് കർണാടക പോലീസിന്റെ സഹായം തേടി. തുടർന്ന് കാർവാറിൽ കർണാടക പോലീസാണ് ഇയാളെ പിടികൂടിയത്. കസ്റ്റഡിയിലെടുത്ത ഇയാളെ കേരള പോലീസിന് കൈമാറി. മാർച്ച് 20-നാണ് സനു മോഹനെയും മകൾ വൈഗയെയും കാണാതായത്. വൈഗയെ പിറ്റേന്ന് കൊച്ചി മുട്ടാർപുഴയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയിരുന്നു. അപ്പോൾ ഈ ഒരു ന്യൂസ് സ്റ്റോറി ഒത്തിരി ഉണ്ട് താഴേക്ക്, പക്ഷെ ഇതിൻ്റെ ആദ്യത്തെ ഒരു ഖണ്ഡിക മാത്രമാണ് ഞാൻ വായിച്ചത്. ഇതിൽ നിന്ന് നമുക്ക് ഏതൊക്കെ എലമെന്റ്സ് അല്ലെങ്കിൽ ഘടകങ്ങൾക്കുള്ള ഉത്തരം കണ്ടെത്താനാവുമെന്ന് നമുക്ക് നോക്കാം. മകൾ വൈഗയുടെ ദുരൂഹ മരണത്തിന് ശേഷം സംശയകരമായ സാഹചര്യത്തിൽ കാണാതായ കാക്കനാട് കങ്ങരപ്പടി ശ്രീഗോകുലം ഫ്ളാറ്റിലെ സനു മോഹനെ പോലീസ് പിടികൂടി. അപ്പോൾ വാട്ട്, എന്ത് എന്നുള്ള ചോദ്യത്തിന് ഉത്തരമായി ആര് എന്ന ചോദ്യത്തിനും ഉത്തരം കിട്ടി അല്ലേ. പോലീസ് പിടികൂടി എന്നത് എന്ത് എന്നുള്ള ചോദ്യത്തിനാണ്. എന്താണ് കാരണം അല്ലെങ്കിൽ എന്തിനാണ് പിടികൂടിയത് എന്നുള്ളത് നമുക്ക് ക്ലിയർ ആയി. അതുപോലെ തന്നെ ആര് എന്ന ചോദ്യത്തിനും ഇവിടെ ഉത്തരം ലഭിച്ചു.
ഉത്തര കന്നഡയിലെ കാർവാറിൽ നിന്നാണ് ഇയാൾ പിടിയിലായത്. അപ്പൊ എവിടെ എന്ന് നമ്മൾ സ്വാഭാവികമായിട്ടും ഒരു ന്യൂസ് റിപ്പോർട്ട് വായിക്കുമ്പോൾ ഈ ചോദ്യങ്ങളെല്ലാം നമ്മുടെ മനസ്സിൽ ഉന്നയിക്കപ്പെടുന്നതാണ്. അപ്പോൾ അതിലുള്ള ഉത്തരവുമായി വേർ, എവിടെ എന്നതിനും നമുക്ക് ഉത്തരം കിട്ടി. സനു മോഹൻ കൊല്ലൂരിൽ എത്തിയതായി വിവരം ലഭിച്ചതിനെ തുടർന്ന് കൊച്ചിയിൽ നിന്നുള്ള അന്വേഷണ സംഘം കൊല്ലൂരിലെത്തി അന്വേഷണം നടത്തുകയായിരുന്നു. എന്നാൽ പിന്നീട് ഇയാൾ കൊല്ലൂരിൽ നിന്ന് മുങ്ങിയതായി വ്യക്തമായതോടെ കേരള പോലീസ് അന്വേഷണം കർണാടക പോലീസിനെ ഏൽപ്പിക്കുകയാണുണ്ടായത്. തുടർന്ന് കർണാടക പോലീസാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. അപ്പോൾ എങ്ങനെ എന്ന ചോദ്യത്തിനും നമുക്ക് ഉത്തരം ലഭിച്ചു. ഹൗ എന്ന ചോദ്യത്തിനുള്ള ഉത്തരവും നമുക്ക് ലഭിച്ചു. ഓക്കെ, അപ്പോൾ ഒരു ന്യൂസ് റിപ്പോർട്ട് തയ്യാറാക്കുമ്പോൾ ഇത്തരം ഈ 5 W'സിനും ആൻഡ് 1 H'നുമുള്ള ഉത്തരങ്ങളെല്ലാം തന്നെ ഈ റിപ്പോർട്ടിനകത്ത് ഉണ്ടായിരിക്കും. ഒരു റിപ്പോർട്ടർ തയ്യാറാക്കുമ്പോൾ അദ്ദേഹം അന്വേഷിച്ച് കണ്ടെത്താൻ ശ്രമിക്കുന്നത് ഈ ചോദ്യങ്ങൾക്കെല്ലാമുള്ള ഉത്തരമാണ്. അപ്പം ഇതാണ് 5 W's and 1 H എന്ന് പറയുന്നതാണ് എലമെന്റ്സ് ഓഫ് ന്യൂസ് അഥവാ വാർത്തയുടെ ഘടകങ്ങൾ എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ക്ലിയർ അല്ലേ?